ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ ഡിസയർ ആണ്. ഇത് ഡിസയറിൻ്റെ തന്നെ ടാക്സി പെർമിറ്റിൽ വരുന്ന വാഹനമാണ്. അപ്പം ഈ ഒരു ഡിസയർ ഇറങ്ങിയ സമയത്ത് ടാക്സിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിലവിലിപ്പോൾ നമുക്കിത് ടാക്സി പെർമിറ്റിൽ വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. CNGയിലും പെട്രോൾ ഓപ്ഷനിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ രണ്ട് ഫ്യൂലുണ്ട്, CNGയും പെട്രോളും വരുന്നുണ്ട്. CNG ഇല്ലാതെ പെട്രോൾ മാത്രമായിട്ടുള്ള വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കിടക്കുന്നത് CNG വാഹനമാണ്. അപ്പോൾ ടാക്സിക്കായിട്ട് വരുന്ന സമയത്ത് CNG തന്നെയാണ് പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്ന വാഹനം. 7,72,000 പെട്രോളിന് ഓൺ റോഡ് വരുന്നത്. 8,77,000 രൂപ ഈ കിടക്കുന്ന CNG വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരും. ഇപ്പോൾ പെട്രോളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1,01,20,000 റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം. 5 വർഷവും 7 വർഷവും നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷമാണെങ്കിൽ 14,600 റേഞ്ചിലും 7 വർഷമാണെങ്കിൽ 11,200 റേഞ്ചിലുമൊക്കെ ആയിരിക്കും ഏകദേശം ഒരു EMI കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും 7 വർഷത്തേക്ക് ഫിനാൻസ് കിട്ടുമെന്ന് ചോദിക്കും. നാഷണലൈസ്ഡ് ബാങ്കുകളും കാര്യങ്ങളൊക്കെ 7 വർഷത്തേക്ക് ചെയ്യുന്നുണ്ട്. കൊല്ലത്തുള്ള കസ്റ്റമർക്കുമായിരിക്കും അത് മെയിനായിട്ട് നമ്മൾ ചെയ്തു തരുന്നത്. ഇപ്പോൾ കൊല്ലത്ത് പുറത്തോട്ടുള്ള കസ്റ്റമർക്കാണെങ്കിൽ നമുക്ക് 7 വർഷത്തേക്ക് ചെയ്തു തരാൻ പറ്റില്ല. കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. മൈലേജ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഏകദേശം CNG ആയതുകൊണ്ട് തന്നെ ഏകദേശം 10-33 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് നമുക്ക് പറയുന്നുണ്ട്. 33.7 ആ ഒരു റേഞ്ചിലൊക്കെ പറയുന്നുണ്ട്. ഇനി പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ, പെട്രോൾ വാഹനമാണെങ്കിൽ ഏകദേശം 24 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്ന് നോക്കാം. മെയിൻ കാര്യം പ്രൈസ് തന്നെയാണ് ഈ ഒരു ടാക്സി പെർമിറ്റ് ആയതുകൊണ്ട് തന്നെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ ഡിസൈനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രൊജക്റ്റ് ടൈപ്പ് എല്ലാം യൂണിറ്റ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ബേസ് മോഡലാണെങ്കിലും ബേസ് മോഡലിലാണ് നമുക്ക് ഈ ഒരു ടാക്സി പെർമിറ്റ് വാഹനം കിട്ടുന്നത്. അതുകൂടി ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. പ്രൊജക്റ്റ് എല്ലാം യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ട്രെയിൻ ഇൻഡിക്കേറ്റർ അവിടെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു ക്രോം എലമെൻറ്റ് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല. ഈ ഒരു ക്രോം എലമെൻറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ആക്സസറീസ് ആണ് ഈ ഒരു ക്രോം എലമെൻറ്റ്. അപ്പോൾ ഈ രണ്ട് ക്രോം എലമെൻറ്റ് വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി രസമുണ്ട് വാഹനം കാണുന്നതിനോട്. അത്യാവശ്യം വലിപ്പമേറെ ഗ്രിൽ യൂണിറ്റും വാഹനത്തിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഫോഗ് ലാമ്പ് ഈ വാഹനത്തിൽ നമുക്ക് വരുന്നില്ല. നിങ്ങളത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വേറെ ഫ്രണ്ട് പോർഷനിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഇതിനകത്ത് ആ ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ കുറച്ച് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ബേസ് മോഡലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയൊന്നുമില്ല. ടോപ്പ് എൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് LED യൂണിറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതൊന്നും കിട്ടുകയില്ല. ഇതൊരു അലോയ് വീലോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടില്ല. നോർമൽ ഇതിൻ്റെ ടയർ സൈസ് അതായത് 165/80R14 ആണ് ഇതിൻ്റെ ടയർ സൈസ് കമ്പനി നൽകിയിട്ടുള്ളത്. ഫ്രണ്ടറിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. മിററിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ബോഡി കളർ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണെന്ന് ഒരു സംശയമുണ്ട്. ബോഡി കളർ ബ്ലാക്ക് കളർ വരാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു ഇത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൺഫേം അല്ല. പെയിൻറ്റ് ചെയ്തേക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്. ഡോർ ഹാൻഡിൽ വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഡോർ ഹാൻഡിൽസ് നൽകിയിട്ടുള്ളത്. സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. കണ്ടോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു റെയിൻ ഗാർഡ് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഈ ഒരു താഴ്ഭാഗത്ത് കാണുന്ന ആ ഒരു ചെറിയ ക്ലാഡിങ് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ലെങ്തും വിത്തും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3,995 mm ലെങ്ത് വരുന്നുണ്ട്. 1,735 mm വിക്ട് വരുന്നുണ്ട്. 1,515 mm ഹൈറ്റും 2,450 mm വീൽ ബേസും 163 mm ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും കമ്പനി നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാനായിട്ട്. വീൽ കപ്പാണ് സിൽവർ കളറിൽ തന്നെ ഒരു വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത്. ഡ്രമ്മിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സിൽവർ കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഡോർ ഹാൻഡിലൂടെ ജസ്റ്റ് വൈറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഷാർഫിൻ ആൻറ്റിനെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഡിഫോഗർ ലൈൻ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്പോയിലർ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതല്ല. LED ലൈറ്റും ഈ ഒരു ബേസ് മോഡലിൽ തന്നെ, അത് ടാക്സി പെർമിറ്റിൽ വരുന്ന വാഹനത്തിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ അവർ ക്രോം വെച്ചപ്പോൾ പുറകിലൂടെ അത് ആക്സസറീസ് ചെയ്യാമായിരുന്നു. ഒരു പക്ഷേ കസ്റ്റമർ ശ്രദ്ധിച്ച് കാണത്തില്ല. വേറെ റിവേഴ്സ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. ടൂറസ് എന്നാണ് ഈ ഒരു വാഹനത്തെ പറയുന്നത്. കണ്ട് ടൂറസ് എന്നൊരു ബ്രാൻഡ് ഒരു ബാഡ്ജിങ് അവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റിക്കറിംഗ് ആണ് വരുന്നത്. ബമ്പറൊക്കെ ഫുള്ളി വൈറ്റ് കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വാഹനമാണ്. ജസ്റ്റ് ഒന്ന് ബൂട്ട് തുറക്കാം നമുക്ക്. ബൂട്ട് സ്പേസ് ഇതൊരു CNG വാഹനമായതുകൊണ്ട് തന്നെ വലിയ ബൂട്ട് സ്പേസോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത്. കണ്ടോ, CNG ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 55 ലിറ്റർ അടുപ്പിച്ചാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി. അത് കിലോയിലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ 8-9 റേഞ്ചിൽ വരും എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ കപ്പാസിറ്റി വരുന്നതാണ്. ഏകദേശം 33 വെച്ച് മൈലേജ് കമ്പനി പറയുന്നത് 30 വെച്ച് കൂട്ടും. 30 വെച്ച് കിട്ടിയാൽ തന്നെയും 8 കിലോ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു 10-250 കിലോമീറ്റർ നമുക്ക് ഒരു വട്ടം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഓടാനായിട്ട് സാധിക്കും. നോർമലി വരുന്ന പെട്രോൾ ടാങ്കും വാഹനത്തിന് വരുന്നുണ്ട്. അപ്പം രണ്ട് ഫ്യൂൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. രണ്ടും ഫുൾ ടാങ്ക് ആക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയാലും ഉള്ളിലോട്ടൊക്കെ പോയാലും പെട്ടുപോകും എന്നൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. എന്നാലും മോശമല്ലാത്തൊരു സ്പേസ് അവർ ബൂട്ടിൽ നൽകിയത്. കാരണം വലിയ ബൂട്ട് സ്പേസ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു സ്പേസ് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇവിടെ പറയാനായിട്ട്. ജസ്റ്റ് ഇത് അകത്തേക്ക് വരാം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഡോർ ഹാൻഡിൽസൊക്കെ ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നതെന്നുള്ളത്.
അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഡോർ പവർ വിൻഡോ ഈ വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം, ഡോർ ലോക്ക് അൺലോക്ക് തുടങ്ങിയ കൺട്രോൾസ് വരുന്നുണ്ട്. മിററിൻ്റെ കൺട്രോൾസ് ഒന്നുമില്ല, നമുക്ക് നോക്കാം നമുക്ക്. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കമ്പനി യൂസ് ചെയ്യുന്നു. അപ്പോൾ കൈയൊക്കെ വെക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സെൻട്രൽ ലോക്കൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. ട്രാക്ഷൻ കൊണ്ടുകൊണ്ട് ഒരു ബട്ടൺ ഇവിടെയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഫ്യൂവൽ മറ്റേ CNG വാഹനമാണെന്ന് അറിയാം, അത് ചെയ്യുന്നതിൻ്റെ ഒരു കൺട്രോൾ അവിടെയായിട്ട് വരുന്നുണ്ട്. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് തുടങ്ങിയ കാര്യങ്ങളും ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട, ഫ്യൂവൽ ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ഒരു എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് നൽകിയിട്ടുള്ളത്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഇനി അകത്തേക്ക് ഇനി സംസാരിക്കാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു വാഹനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ടോപ്പ് എൻഡ് വാഹനമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കളർ തീംസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഡാഷ്ബോർഡിലേക്ക് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു 1-2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഡാർക്ക് ആയിട്ടുള്ള കളർ തീം വരുന്നുണ്ട്, അതേപോലെ ലൈറ്റ് ആയിട്ടുള്ള കളർ തീം നമുക്ക് കാണാനായിട്ട് വരും. വേറെ ഗ്ലോസി എലമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ സ്റ്റിയറിംഗിൽ അങ്ങനെ പ്രത്യേകിച്ച് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വ്യത്യാസം എന്ത്, ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു CNG വാഹനമാണ്. അപ്പോൾ CNG വാഹനം ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് ആ ഒരു CNGയുടെ ഗേജ് കൂടി നമുക്ക് സെപ്പറേറ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇൻ കേസ് പെട്രോളോ കാര്യങ്ങളോ തീരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് CNGയിലേക്ക് മാറിക്കോളും. നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ എഫോർട്ടോ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഫുള്ളി ഡാർക്ക് തീമിലാണ് ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് വന്നേക്കുന്നത്. അവിടെ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ആ സ്ലോട്ടിലേക്ക് ഒരു സമയത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് വരുന്നില്ല. ഈ ഒരു രീതിയിലുള്ള സ്ലോട്ട് നൽകിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ടച്ച് സ്ക്രീൻ നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറമേ നിന്നും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെയ്യാവുന്നതാണ്. താഴ്ഭാഗത്ത് വരുന്ന സമയത്ത് AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒന്നുമല്ല വാഹനത്തിൽ വരുന്നത്, നോർമൽ ക്ലൈമറ്റ് കൺട്രോൾ തന്നെയാണ്. മാനുവലി വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. മാക്സിമം AC എന്നൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൂളാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാത്തതാണ്. പിന്നെ അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പോർഷനായിട്ട് വരുന്നത്. പുള്ളി ഒരു ഗ്ലോസി ഉള്ളിലായിട്ടാണ് ആ ഒരു സ്വിച്ചസിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ മാരുതി നൽകിയത്. താഴ്ഭാഗത്തോടൊക്കെ നോക്കുന്ന സമയത്ത് ഫുള്ളി ഒരു ലൈറ്റ് കളർ തീംസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടാക്സി വാഹനമാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. താഴ്ഭാഗത്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് 12 വാട്ട്സിൻ്റെ അവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. വേറെ ചാർജിങ് സോക്കറ്റോ കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. അത്യാവശ്യം സ്പേസും അവിടെ വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ വാഹനത്തിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത്. ആ ഒരു ഗിയറിൽ വരുന്ന ഡിസൈൻ പാറ്റേണുള്ള വ്യത്യാസങ്ങൾ നേരത്തെ തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു സെയിം ഗിയറുകൾ തന്നെയാണ്. ആംബോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പോർഷനിലായിട്ട് ഒരു ശകലം സ്പേസ് ഉണ്ട്. പോർട്ടിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും. സീറ്റിൻ്റെ ഒരു കളർ തീമിലൊക്കെ വരുന്ന സമയത്ത് ഫുള്ളി ഒരു ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ്സിൽ മാരുതി ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല നീറ്റായിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ടോപ്പിൽ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ 2 സീറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പോർഷനിലായിട്ടാണ് ലൈറ്റ് അവർ നൽകിയത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഫീച്ചേഴ്സ് കുറച്ചാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പം മിറേഴ്സിലേക്ക് വന്നാൽ തന്നെ മിറേഴ്സിൻ്റെ കൺട്രോൾസോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നമ്മളത് മാനുവലി വേണം ആ ഒരു മിറർ കൺട്രോൾ ചെയ്യാനായിട്ട്. എന്നാൽ പ്രത്യേകിച്ച് ലിവറോ കാര്യങ്ങളൊന്നും നൽകിയിട്ടുമില്ല. അത് മാനുവലി വേണം നമ്മളത് കൺട്രോൾ ചെയ്യാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, മിറർ നമുക്ക് നൽകിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ആയിട്ട് മിററോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഈ ഒരു പോർഷനിലായിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. ടോപ്പിലൊക്കെ ലൈറ്റ് ആയിട്ടുള്ള കളർ തീമുമാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്പീഡ് ലിമിറ്റ് അതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കാര്യം ഇതൊരു ടാക്സി വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് സെൻട്രൽ ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ നൽകിയിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റും അവർ നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയാനായിട്ട്. നേരെ ഇനി അകത്തേക്ക് കയറാം. റിയർ സീറ്റിലേക്ക് കയറാം. റിയർ സീറ്റിൽ മോശമല്ലാത്ത സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കംഫർട്ട് ഈ ഒരു സീറ്റ് ഇട്ടത് മോശമല്ലാത്ത രീതിയിലൊരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്, കുഴപ്പമില്ല. ഡോറിലൊക്കെ ആയാലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവർ നൽകി. പിന്നെ ആംറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കല്. ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇതൊരു CNG വാഹനമായതുകൊണ്ട് സേഫ്റ്റി വൈസ് ആയി പറയുന്നതൊക്കെ അവിടെ വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. റിയർ സൈഡിൽ പറയാനായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്, കുഴപ്പമില്ലാത്തൊരു വാഹനമാണ്. ജസ്റ്റ് ഇനി എഞ്ചിൻ റൂം കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊരു CNG വാഹനമാണെന്ന് പറഞ്ഞു. അപ്പം നോർമൽ ഒരു പെട്രോൾ വാഹനത്തോടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പവറിനകത്ത് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഇപ്പോൾ നോർമൽ ഒരു പെട്രോൾ എഞ്ചിനാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 83 PS അടുപ്പിച്ച് പവർ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു CNG ആയതുകൊണ്ട് തന്നെ 70 PS ആണ് നമുക്ക് പവറും കാര്യങ്ങളും വരുന്നത്. ടോർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോൾ വാഹനത്തിന് ഏകദേശം 112 Nm വരുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ 102 Nm ആണ് നമുക്ക് ടോർക്ക് വരുന്നത്. പക്ഷേ മൈലേജിനകത്ത് നല്ല വ്യത്യാസമുണ്ട്. പെട്രോൾ വാഹനത്തിന് 24.79 പറയുമ്പോൾ ഈ ഒരു CNG വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 33.73 ആണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. 1.2 ലിറ്റർ 3 സിലിണ്ടറാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ കണ്ടാൽ ഇത്രയും ഉള്ള ഈ ഒരു CNG വാഹനത്തിൻ്റെ ഡിസൈറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ.